ലോകം കണ്ട ഏറ്റവും വലിയ വില്ലാളി വീരൻ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ആത്മസുഹൃത്ത് അർജുനൻ ആ വീരന് സ്വന്തം മകന്റെ കൈകളാൽ മരണം സംഭവിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കേൾക്കുമ്പോൾ അവിശ്വസനീയമെന്ന് തോന്നുന്ന എന്നാൽ ഒരു വലിയ ശാപമോക്ഷത്തിന്റെ ഭാഗമായി നടന്ന ഒരു സംഭവമാണിത്. പാണ്ഡവരുടെ വനവാസ കാലത്ത് ധീരനായ അർജുനൻ പല ദേശങ്ങളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ അദ്ദേഹം മണിപ്പൂർ രാജ്യത്തെത്തി. അവിടുത്തെ രാജാവായിരുന്ന ചിത്രവാഹനന്റെ സുന്ദരിയായ പുത്രി ചിത്രാംഗതയെ കണ്ടപ്പോൾ അർജുനൻ അവളിൽ അനുരക്തനായി. രാജാവ് അവരുടെ വിവാഹത്തിന് സമ്മതിച്ചു. പക്ഷേ ഒരു നിബന്ധന വെച്ചു. മണിപ്പൂരിന്റെ പാരമ്പര്യം അനുസരിച്ച് ചിത്രാംഗതയ്ക്ക് ജനിക്കുന്ന മകൻ ഇവിടെ തന്നെ വളരുകയും ഈ രാജ്യത്തിന്റെ അടുത്ത രാജാവാവുകയും വേണം. അർജുനൻ ആ നിബന്ധന അംഗീകരിച്ച് ചിത്രാംഗതയെ വിവാഹം കഴിച്ചു. അധികം താമസിക്കാതെ അവർക്കൊരു മകൻ പിറന്നു. അവനാണ് ഭബ്രുവാഹനൻ. വർഷങ്ങൾ കടന്നുപോയി. മഹാഭാരത യുദ്ധത്തിന് ശേഷം യുധിഷ്ഠിരൻ അശ്വമേധ യാഗം നടത്തി. യാഗകുതിരയെ അനുഗമിച്ച് അർജുനൻ വീണ്ടും മണിപ്പൂരിലെത്തി. തന്റെ മഹാനായ പിതാവിനെ കണ്ട ഭബ്രുവാഹനൻ ആദരവോടും വിനയത്തോടും കൂടി അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഓടിയെത്തി. എന്നാൽ ഒരു ക്ഷത്രിയ രാജകുമാരന് ചേർന്ന രീതിയല്ല മകൻ പെരുമാറുന്നത് മനസ്സിലാക്കിയ അർജുനന്റെ ഉള്ളിൽ ഒരു പോരാളിയുടെ വീര്യമുണർന്നു. നീ ഒരു ഭീരുവിനെ പോലെ ബഹുമാനിക്കാതെ ഒരു ക്ഷത്രിയ ധർമ്മം അനുസരിച്ച് എന്നെ യുദ്ധത്തിനായി വെല്ലുവിളിക്കൂ എന്ന് പറഞ്ഞ് അർജുനൻ മകനെ യുദ്ധത്തിന് ക്ഷണിച്ചു. ഈ സമയം അർജുനന്റെ മറ്റൊരു പത്നിയും നാഗകന്യകയുമായ ഉലൂബി അവിടെ വന്നു. ഉലൂബി ആ പുത്രനെ ഉപദേശിച്ചു. പുത്ര, ഇത് നിന്റെ ക്ഷത്രിയ ധർമ്മമാണ്. നിന്റെ പിതാവിന്റെ വെല്ലുവിളി നീ സ്വീകരിക്കണം. അങ്ങനെ പിതാവും പുത്രനും തമ്മിൽ ഭയങ്കരമായ യുദ്ധം ആരംഭിച്ചു. ആ ഘോര യുദ്ധത്തിനൊടുവിൽ ഭബ്രുവാഹനന്റെ കൈകളാൽ മഹാനായ പോരാളി അർജുനൻ വധിക്കപ്പെട്ടു. പ്രിയതമന്റെ മരണം കണ്ട് ചിത്രാംഗത ദുഃഖത്തിൽ തകർന്നുപോയി. മകനെ യുദ്ധത്തിന് പ്രേരിപ്പിച്ചതിന് അവൾ ഉലൂബിയോട് കോപിച്ചു. അപ്പോൾ ഉലൂബി ആ രഹസ്യം വെളിപ്പെടുത്തി. ദേവി, സമാധാനിക്കൂ. ഒരിക്കൽ വസുക്കൾ സ്വാമി അർജുനനെ ശപിച്ചിരുന്നു. സ്വന്തം മകനാൽ തന്നെ അദ്ദേഹം വധിക്കപ്പെടും എന്നായിരുന്നു ആ ശാപം. ആ ശാപത്താൽ നിന്നും അർജുനനെ മോചിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങയുടെ പുത്രനെ യുദ്ധത്തിനായി പ്രേരിപ്പിച്ചത്. ഈ യുദ്ധത്തിലൂടെ ആ ശാപം ഇല്ലാതായിരിക്കുന്നു. ഇത്രയും പറഞ്ഞ ശേഷം ഉലൂബി തന്റെ കൈവശമുണ്ടായിരുന്ന അത്ഭുത ശക്തിയുള്ള മൃദുസഞ്ജീവിനി രത്നം, അതായത് നാഗമണി എന്നും പറയപ്പെടുന്നു, അത് അർജുനന്റെ നെഞ്ചിൽ വെച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, അർജുനൻ ഉറക്കമുണർന്നതുപോലെ എഴുന്നേറ്റു. ബഭ്രുവാഹനൻ തന്റെ പിതാവിനെ വധിച്ചതിന്റെ പാപഭാരത്തിൽ നിന്നും അർജുനൻ വസുക്കളുടെ ശാപത്തിൽ നിന്നും മോചിതനായി. സന്തോഷത്തോടെ അവർ വീണ്ടും ഒന്നിച്ചു. വ്യാസ മഹർഷി രചിച്ച മഹാഭാരതത്തിലെ 14ാം പർവമായ അശ്വമേധ പർവത്തിലാണ് സ്വന്തം പുത്രനായ ബഭ്രുവാഹനന്റെ കൈകളാൽ അർജുനൻ വധിക്കപ്പെടുന്നതും പിന്നീട് ഉലൂബിയാൽ പുനർജീവിക്കപ്പെടുന്നതുമായ ഈ കഥ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഥ ഇഷ്ടമായാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യൂ. ജയ് ശ്രീ രാധാകൃഷ്ണ. രാധേ രാധേ.